ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയെപ്പറ്റി ധ്യാനിക്കുവാനും ആഴത്തിൽ പഠിക്കുവാനും ഏറ്റവും ഉപകരിക്കുന്ന ഒരു വചനഭാഗമാണ് എമ്മാവൂസിലേക്കുള്ള ശിഷ്യന്മാരുടെ ആ യാത്ര. സ്നേഹമുള്ളവരെ, ആ ഒരു വചനത്തിൻ്റെ ഏതാനും ലിഖിതങ്ങൾ മാത്രം ഇപ്പോൾ വായിക്കുന്നു. അതായത് ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനത്തിൻ്റെ ഏതാനും ചില വചനങ്ങൾ മാത്രം നമ്മൾ വായിച്ച് ആ വചനത്തെ നമ്മളിന്ന് ധ്യാന വിഷയമാക്കുകയും വിശുദ്ധ കുർബാനയെപ്പറ്റി ആഴമായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. 25 തിരുവചനം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവൻ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പ്രിയമുള്ളവരെ, എമ്മാവൂസ് യാത്രയിൽ ഏറ്റവും ആദ്യമേ തന്നെ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്ന അവരുടെ നാഥൻ, ഈശോനാഥൻ, തൻ്റെ തിരുവുത്ഥാന ശേഷം അവരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അവരോടൊപ്പം. എങ്കിലും വചനം പറയുന്നു, എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്ന്. ഈ വചനം പലപ്പോഴും വായിച്ചിട്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സ്വന്തം നാഥനെ സ്വന്തം അടുത്ത് കണ്ടിട്ടും അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോയത്? ഈശോയാണെങ്കിൽ മരിച്ചിട്ട് ഒരു 48 മണിക്കൂർ 50 മണിക്കൂറിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഈ 2-2.5 ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും വേഗത്തിൽ സ്വന്തം നാഥനെ, തങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഈശോയെ അവർ മറന്നു കഴിഞ്ഞിരുന്നുവോ? നമ്മൾ വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും മരണം മൂലം വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും അവരെ നമ്മൾ മറന്നു പോകുമോ? അവരുടെ മുഖഭാവം, അവരുടെ ബാഹ്യരൂപം, ഇതൊക്കെയും നമ്മൾ മറക്കാനിടവരുമോ? ഉദാഹരണത്തിന്, ഞാൻ എൻ്റെതിനെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ മരണം മൂലം ഞങ്ങളെ വേർപെട്ടു പോയിട്ട് ഏകദേശം 20 വർഷം പൂർത്തിയാകാറായി. എങ്കിലും ഇന്നും എവിടെയെങ്കിലും വെച്ച് എൻ്റെ അപ്പൻ്റെ ശബ്ദമോ രൂപമോ ഞാൻ കാണുവാനിടയായാൽ ഞാൻ അന്താളിച്ചു നിൽക്കുകയുമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ അപ്പൻ്റെ രൂപവും ഭാവവും ശബ്ദവും ഒക്കെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിൽ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണം മൂലം വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളവരെ ഒരിക്കലും മറക്കുകയില്ല. എന്നാൽ ഈശോയുടെ കാര്യത്തിൽ എന്തോ അത്ഭുതം ഇവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്ന എന്തോ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. മരിച്ചടക്കം ചെയ്യപ്പെട്ടിട്ട് ഏതാനും മണിക്കൂറുകൾ, ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിനുള്ളിൽ തന്നെ ശിഷ്യന്മാർ ഈശോയെ മറന്നുപോയോ? ഈശോയുടെ രൂപവും ഭാവവും ശബ്ദവുമൊക്കെ അവർക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ഈശോയെ മറന്നുപോയോ? അവർ ഈശോയെ മറന്നുപോയി എന്നുള്ളതല്ല അവിടുത്തെ സത്യം. അതിനുള്ളിലെ സംഗതി, അതിനുള്ള യാഥാർത്ഥ്യം മറ്റു പലതുമാണ്. ഇനി എമ്മാവൂസ് യാത്ര അവിടെ ഇരിക്കട്ടെ. അവിടെ മാത്രമല്ല, ഉത്ഥിതനായ ഈശോയെ ജനത്തിന്, പ്രത്യേകിച്ചും യേശുവിന് പ്രിയപ്പെട്ടവർക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല. ഉത്ഥിതനായ ഈശോ എപ്പോഴെല്ലാം ആർക്കൊക്കെ മുൻപിൽ അവിചാരിതമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെയൊന്നും അവർക്ക് പെട്ടെന്ന് ഈശോയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. ഒന്നാമതായിട്ട് ലൂക്ക 24:37 നമ്മൾ വായിക്കുന്നു, ശിഷ്യഗണത്തിന് മധ്യേ, അതെ,
അവർ ശിഷ്യഗണം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവരുടെ മധ്യേ ഈശോ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ വചനം പറയുന്നു, ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. നോക്കുക, മരിച്ചിട്ട് 1-2 ദിവസം മാത്രമായിട്ടേ ഉള്ളൂ. പക്ഷെ അതിനുള്ളിൽ, ആ ഒരു കാലയളവിനുള്ളിൽ അവർക്ക് ഈശോയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. അടുത്തതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം തിരുവചനം. അവിടെ നമ്മൾ വായിക്കുന്നു, ഇതിന് ശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇവിടെയും ശിഷ്യന്മാർക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഉത്ഥിതനായ ഈശോ എന്തുകൊണ്ടോ അവർക്ക് മധ്യേ ഒരു അപരിചിതനെ പോലെ നിലകൊള്ളുകയും ചെയ്യുന്നു. മറ്റൊരു വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വചനം. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ അവിടുത്തോട് സംസാരിച്ചു. ഇവിടെ ഈശോയെ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്ന, ഈശോയെ ഹൃദയത്തിൽ താലോലിച്ചിരുന്ന മഗ്ദലന മറിയത്തിന് പോലും ഉത്ഥിതനായ യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ശിഷ്യഗണം ഭൂതത്തെ കണ്ട് ഭയന്നത് പോലെ ഇവിടെ മഗ്ദലന മറിയം ഈശോയെ കണ്ടപ്പോൾ അവരൊരു തോട്ടക്കാരനാണ് എന്ന് വിചാരിക്കുവാനായിട്ട് ഇടവരികയും ചെയ്യുന്നു. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ യേശു തിബേരിയാസ് കടൽക്കരയിൽ പ്രത്യക്ഷപ്പെടുന്നു. ശിഷ്യന്മാർ വഞ്ചിയുമായിട്ട് മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ അവരുടെ മധ്യേ അവിടെ വന്നു നിന്നുകൊണ്ട് ഈശോ അവരോട് സംസാരിക്കുന്നു. വചനം പറയുന്ന ഇപ്രകാരമാണ്, ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് പോലും ആ പ്രഭാതത്തിൻ്റെ യാമത്തിൽ യേശുവിനെ, ഉത്ഥിതനായ യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരു അനുഭവസമ്പന്നരായ മുക്കുവനെ പോലെയാണ് അവിടെ ഈശോ അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈശോയെ കാണുമ്പോൾ അവർ ഭൂതമാണ് തെറ്റിദ്ധരിക്കുന്നു. ഒരു അപരിചിതനെ പോലെ ഈശോ കടന്നു പോകുന്നു. തോട്ടക്കാരനാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ഇനി അതുമല്ലെങ്കിൽ ഒരു അനുഭവസമ്പന്നനായ മുക്കുവനെ പോലെയാണ് അവർക്ക് ഈശോയെ കാണുമ്പോൾ തിരിച്ചറിയുന്നത്. അതോടൊപ്പം തന്നെ എമ്മാവൂസ് യാത്രാമധ്യേ തികച്ചും അപരിചിതനെ പോലെയാണ് ഈശോയോട് അവർ പെരുമാറുന്നത്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ, ഏറെ പ്രത്യേകിച്ച് നമ്മുടെ കൗദാശിക ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. പലപ്പോഴും ഉത്ഥിതനായ ഈശോയെ നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടും അവിടുത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. വെറും ഒരു അപരിചിതനോട് എന്നതുപോലെയുള്ള മട്ടും ഭാവവുമാണ് നമ്മൾ കൂദാശയിലൂടെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഈശോയോട് നമുക്കുള്ളത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നത് എന്താണ്? വെറുമൊരു അപ്പമല്ല, വെറുമൊരു തിരുവോസ്തിയല്ല, അത് ഉത്ഥിതനായ യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. ദ ഗ്ലോറിയസ് ബോഡി ഓഫ് ദ റിസൺ ജീസസ്. ആ യേശുവിൻ്റെ ശരീരം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ സ്ലീഹന്മാർക്കും മഗ്ദലന മറിയത്തിനും ഒക്കെ ഉണ്ടായിരുന്ന അതേ മനോഭാവമാണ് പലപ്പോഴും നമുക്ക് ഈശോയോടുള്ളത്. ഒരു അപരിചിതനാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. കൂദാശയിലൂടെ ആരോ ഒരാൾ, എല്ലാവരും വരി വരിയായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പോകുന്നു, ഞാനും അങ്ങനെ കടന്നു ചെല്ലുന്നു. അപ്പോഴൊക്കെയും യേശുവുമായിട്ടുള്ള ഒരു ആർദ്ര സ്നേഹം, അടുപ്പം, ഒരു 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 പ്രണയം ക്രിസ്തുവിനോട് നമുക്കില്ലാതെ പോകുന്നുണ്ട്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നത് അത് തിരുവോസ്തി, വെറും ഒരു ഓസ്തിയല്ല, വെറും ഒരു അപ്പമല്ല, അത് ഉത്ഥിതനായ യേശുവാണ് എന്ന വ്യക്തമായ തിരിച്ചറിവും വ്യക്തമായ ബോധ്യവും നമുക്കുണ്ടാവണം. എന്തുകൊണ്ടാണ് ഉത്ഥിതനായ യേശുവിനെ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയത്? ഇവിടെ വചനം പറയുന്നുണ്ട്, അവനെ കാണാൻ തക്ക വിധം അവൻ്റെ കണ്ണുകൾ മന്ദീഭവിച്ചിരുന്നു. അവൻ്റെ മുഖം കണ്ടിട്ട്, അവൻ്റെ ശബ്ദം കേട്ടിട്ട് എന്തുകൊണ്ടോ അവർക്ക് അവനെ തിരിച്ചറിയുവാനായിട്ട് കഴിയുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഉത്ഥിതനായ യേശുവിനെ ശിഷ്യർക്കും മഗ്ദലന മറിയത്തിനുമൊക്കെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത്? ഏറെ പ്രത്യേകിച്ച് ഈ എമ്മാവൂസ് യാത്രയിൽ നമ്മൾ വായിക്കുന്നു, അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ഇത് ശിഷ്യന്മാരുടെ ഒരു പരിമിതിയായിട്ടല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ മഗ്ദലന മറിയത്തിന് ഈശോയുടെ സ്നേഹം കുറഞ്ഞു പോയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു കാരണം കൊണ്ടല്ല അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. സത്യം ഇതാണ്, ഉത്ഥിതനായ യേശുവിൻ്റെ ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന്
എന്തെന്നില്ലാത്ത സാധ്യതകളുണ്ട്. ലോട്ട്സ് ഓഫ് പോസിബിലിറ്റീസ്. യേശുവിന് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള രൂപത്തിൽ, ഇഷ്ടമുള്ള സാദൃശ്യത്തിൽ തന്നെ മറ്റുള്ളവർക്ക് മുൻപിൽ അവതരിപ്പിക്കാം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഉത്ഥിതനായ യേശുവിൻ്റെ ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന് സ്ഥലം, കാലം എന്നീ പരിമിതികളില്ല. സ്ഥലകാലത്തിൻ്റെതായ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ക്രിസ്തുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം. അപ്പത്തിൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെടാം. ഒരു തോട്ടക്കാരൻ്റെ രൂപത്തിലെങ്കിൽ ആ രൂപത്തിൽ ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെടാം. അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള രൂപത്തിലും ഇഷ്ടമുള്ള സാദൃശ്യത്തിലും ക്രിസ്തുനാഥന് തൻ്റെ ജനത്തിന് മുൻപിൽ അവതീർണനാകുവാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഈ എമ്മാവൂസ് യാത്രയിൽ ഈശോ ശിഷ്യന്മാരുടെ മുൻപിലേക്ക് കടന്നു ചെല്ലുന്നത്. ആദ്യം ഒരു അപരിചിതനെ പോലെ കടന്നു ചെല്ലുന്നു. പക്ഷേ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വയം വെളിപ്പെടുത്തി കൊടുത്ത ആ അവസരത്തിലാണ്. സ്നേഹമുള്ളവരെ, ലൂക്ക 24 അധ്യായം 30-31 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത്രയും സമയം യേശുവിനോടൊപ്പം അവർ യാത്ര ചെയ്തു. തോളോട് തോളുരുമിയായിരിക്കണം അവർ ഒരുപക്ഷെ യാത്ര ചെയ്തിട്ടുണ്ടാവുക. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ടു. പ്രവാചകർ തൊട്ട് അവനെക്കുറിച്ച് വചനത്തിൽ കാണുന്ന ഭാഗങ്ങളൊക്കെയും വിവരിച്ചു കൊടുക്കുന്നതും അവർ ശ്രവിച്ചു. പക്ഷേ ഈശോ തന്നെ സ്വയം അവർക്ക് വെളിപ്പെടുത്തിയത് അപ്പം മുറിച്ച് ആശീർവദിച്ചു കൊടുക്കുന്ന ആ ഒരു അവസരത്തിലാണ്. പെസഹാ ദിനത്തിൽ ഈശോ എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചുവോ, പെസഹായുടെ ആ നാളിൽ തൻ്റെ ശിഷ്യന്മാർ അനുസ്മരണമായിട്ട് എന്ത് നിറവേറ്റണമെന്ന് ഈശോ ആഗ്രഹിച്ചോ, അത് ഈശോ അവരോടൊപ്പം ചേർന്ന് ഒരിക്കൽ കൂടെ ആചരിക്കുകയാണ്. അപ്പമെടുത്ത് മുറിച്ച് തൻ്റെ രൂപവും തൻ്റെ സാദൃശ്യവും ഇനിമേൽ അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കുമെന്ന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അതിൻ്റെ രൂപത്തിൽ, അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്തു. അതിനുശേഷം സംഭവിക്കുന്നതാണ്, ഈശോ അവരുടെ മധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി മുതൽ താൻ ഗലീലയിലൂടെ നടന്നു നീങ്ങിയ ആ രൂപത്തിലായിരിക്കുകയില്ല ഈശോ ശിഷ്യന്മാരുടെ മധ്യത്തിൽ കടന്നു വരുന്നത്. ഒരു തോട്ടക്കാരൻ്റെ രൂപത്തിലായിരിക്കുകയില്ല. ഇനി അവർ തെറ്റിദ്ധരിച്ചതുപോലെ ഒരു ഭൂതത്തിൻ്റെ രൂപത്തിലായിരിക്കുകയില്ല ഇനിമേൽ കടന്നു വരുന്നത്. മറിച്ച് ഇനി മുതൽ, അതായത് അന്ന് അപ്പം വിഭജിച്ച് നൽകിയ ആ നാൾ മുതൽ ലോകാവസാനം വരെ ഈശോ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കുമെന്നാണ് ഈ എമ്മാവൂസ് യാത്രയിലൂടെ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. അത് സത്യമാണ് താനും. കാരണം യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം ദമാസ്കസ് യാത്രാമധ്യേ പൗലോസ്ലീഹായ്ക്ക് ഒരു തവണ പ്രത്യക്ഷപ്പെട്ടതൊഴികെ ബാക്കി എല്ലായ്പ്പോഴും ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് ജനമധ്യത്തിൽ, ജനഹൃദയത്തിൽ ഇടം പിടിക്കുന്നത്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ തിരിക്കുമ്പോൾ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ എന്തുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് നമുക്ക് ഒരുപക്ഷെ ചോദ്യമുണ്ടായേക്കാം. ഈ അപ്പത്തിൻ്റെ രൂപം ഈശോ തന്നെ തീരുമാനിച്ച് നമുക്ക് നൽകുന്നൊരു രൂപമാണ്. അത് സഭയോ ഏതാനും മെത്രാന്മാരോ സഭയിലെ അംഗങ്ങളോ കൂടി ചേർന്ന് തീരുമാനിക്കുന്നതല്ല. മറിച്ച് ഈശോ തന്നെയാണ് ഏറ്റവും ലളിതവും ഏറ്റവും ആവശ്യവുമായ അന്നത്തിൻ്റെ രൂപത്തിൽ, ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ, അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അന്ന് സ്ലീഹന്മാർക്കുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെയാണ് നമുക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അപരിചിതനോടെന്നതുപോലെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയോട് പെരുമാറും. ഈശോ ആരാണ്, ഈശോ എന്താണ്, ഉത്ഥിതനായ യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ് വിശുദ്ധ കുർബാന എന്നുള്ള ബോധ്യമില്ലാത്ത തരത്തിൽ നമ്മൾ പെരുമാറുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ഹൃദയത്തിൽ കുറിച്ചിടാം, അപ്പത്തിൻ്റെ രൂപത്തിൽ വരുന്നവൻ ഉത്ഥിതനായ എൻ്റെ ഈശോയാണ്. വെറുമൊരു അപ്പമല്ല, വെറുമൊരു ഓസ്തിയല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ സ്വീകരിക്കുന്നത് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു വചനഭാഗത്ത് നിന്ന് പഠിക്കുവാൻ സാധിക്കും. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ, അത് ഏത് ക്രമമായിക്കൊള്ളട്ടെ, ഏത് രീതിയിലുള്ള കുർബാനയും ആയിക്കൊള്ളട്ടെ, എല്ലാ വിശുദ്ധ കുർബാനകൾക്കും ഒരു ഘടനയുണ്ട്, ഒരു സ്ട്രക്ചർ. ഏറെ പ്രത്യേകിച്ച് എല്ലാ വിശുദ്ധ കുർബാന ബലിയർപ്പണങ്ങൾക്കും 2 ഭാഗങ്ങളാണുള്ളത്.
ആദ്യമായി വചന ശുശ്രൂഷ ഭാഗം, രണ്ടാമതായിട്ട് സ്തോത്രയാഗ ശുശ്രൂഷ. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റർജി ഓഫ് ദ വേർഡ്, പിന്നെ ലിറ്റർജി ഓഫ് ദ യൂക്കറിസ്റ്റ്. ആദ്യത്തേത് വചനത്തിൻ്റെ ഭാഗം, രണ്ടാമതായിട്ട് വിശുദ്ധ കുർബാനയുടെ ഭാഗം. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം, ഈ ഘടനയൊക്കെ, അതായത് ലിറ്റർജി ഓഫ് ദ വേർഡ്, ലിറ്റർജി ഓഫ് ദ യൂക്കറിസ്റ്റ്, സ്തോത്രയാഗ പ്രാർത്ഥനകൾ, ഇതൊക്കെ സഭാപിതാക്കന്മാരും സഭയിലെ മെത്രാനച്ചന്മാരും ഒക്കെ കൂടി ക്രമീകരിച്ച ഒരു ഘടനയായിരിക്കുമെന്ന്. അല്ല. ഇത് ഈശോനാഥൻ എമ്മാവൂസ് യാത്രാമധ്യേ ബലിയർപ്പിച്ചുകൊണ്ട്, അപ്പം മുറിച്ചുകൊണ്ട്, അവരോട് വചനം സംസാരിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന ഒരു ഘടനയാണ് എന്ന ഒരു വ്യക്തത നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഈ എമ്മാവൂസ് യാത്രാമധ്യേ സംഭവിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഒക്കെ വിശുദ്ധ കുർബാന ഏർപ്പെടുത്തൽ നമ്മൾ കാണുന്നത്. ആദ്യമേ ഒരു ആമുഖമുണ്ട്, അല്ലേ? ഈശോ അവരോടൊപ്പം യാത്ര ചെയ്യുന്നു, അവരോടുകൂടെ സംസാരിക്കുന്നു, ഒരു ആമുഖം, ഒരു ഇൻട്രഡക്ടറി റൈറ്റ്. അതിനുശേഷം വചനം പങ്കുവയ്ക്കുകയാണ് ഈശോ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈശോ അവരോട് വചനം വ്യാഖ്യാനിക്കുന്നു. തന്നെക്കുറിച്ച് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്, വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയ്ക്ക് ശേഷമാണ് സ്തോത്രയാഗ പ്രാർത്ഥനകൾ, അതായത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനകളും ആചാരങ്ങളും ഒക്കെ അവിടെയുള്ളത്. ഇവിടെയും എമ്മാവൂസ് യാത്രാമധ്യേയും വചനം വ്യാഖ്യാനിച്ചു കൊടുത്തതിന് ശേഷം ഈശോ എന്ത് ചെയ്യുന്നു? അവർക്ക് മധ്യേ ഇരുന്നു കൊണ്ട് അവരോടൊപ്പം ഇരുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകുന്നു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെയും ഈശോ ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ കുർബാനയുടെ ഘടന അത് സഭ നിർണയിച്ചു കൊടുത്തയൊന്നല്ല, അത് ക്രിസ്തുനാഥൻ തന്നെയാണ് എൻ്റെ വിശുദ്ധ ബലിയർപ്പണം ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ എമ്മാവൂസ് യാത്രാമധ്യേ പഠിപ്പിക്കുന്നതും സഭ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അതുതന്നെ ബലിയർപ്പണമായിട്ട് ആചരിക്കുന്നതും. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകും. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് സാബത്ത് ആചരണം അത് ഞായറാഴ്ച? ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ സാബത്ത് ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുന്നത്? ഒന്നുകിൽ യഹൂദന്മാരെ പോലെ ശനിയാഴ്ച, അല്ലെ, ആഴ്ചയുടെ അവസാന ദിവസം സാബത്തായിട്ട് ആചരിച്ചാൽ പോരെ, അല്ലെങ്കിൽ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം അന്ന് എന്തുകൊണ്ട് നമ്മൾ സാബത്തായിട്ട് ആചരിക്കുന്നു? പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ശനിയാഴ്ചയോ വ്യാഴാഴ്ചയോ സാബത്ത് ആചരിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമല്ല, മറിച്ച് തിരുവുത്ഥാനത്തിൻ്റെ ആ പ്രഭാതം അല്ലെങ്കിൽ ആ ദിവസമായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും സാബത്ത് എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഈ എമ്മാവൂസ് യാത്ര സംഭവിക്കുന്ന ദിവസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ വായിക്കുന്നു, അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ അവർ കല്ലറയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഈശോ ഉത്ഥാനം ചെയ്ത ആ പ്രഭാതത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസം, ദ ഫസ്റ്റ് ഈസ്റ്റർ ഡേ, ആദ്യ ഈസ്റ്റർ. പെസഹ കഴിഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. ആ രാത്രിയിൽ, ദുഃഖശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഈസ്റ്റർ ദിവസം രാവിലെ ഈശോ ഉത്ഥാനം ചെയ്യുന്നു. ചിലർ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നത് ഈസ്റ്ററിൻ്റെ ആ പ്രഭാതത്തിലാണെന്ന് ലൂക്കാ 24:1 നമ്മൾ വായിക്കുന്നു. എമ്മാവൂസ് യാത്രയുടെ വിവരണത്തിൻ്റെ ആദ്യ ഭാഗത്ത്, അതായത് 13-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ആ ദിവസം തന്നെ അവരിൽ 2 പേർ. ഏത് ദിവസം തന്നെയാണ്? ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ. അപ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെയാണ് ഈശോ ഉത്ഥാനം ചെയ്തത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ ആ ദിനം തന്നെയാണ് എമ്മാവൂസിലേക്ക് ഈ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നതും. ആ ദിവസം തന്നെയാണ് അവരോടൊപ്പം ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയുടെ ഘടന പ്രകാരം വചനം വായിച്ച് അത് ഈശോ വ്യാഖ്യാനം ചെയ്യുന്നതും അതിനുശേഷം അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നതും എന്നാണ്. ഞായറാഴ്ച ദിവസമാണ്, ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സാബത്ത് ഞായറാഴ്ച ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം 2. ഒന്ന്, ക്രിസ്തു ഉത്ഥാനം ചെയ്ത ദിവസമാണ് നമ്മൾ ഓരോരുത്തരുടെയും സാബത്ത് ആചരണം. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്
ഒപ്പം രണ്ടാമത്തെ കാരണം, എമ്മാവൂസ് യാത്രാമധ്യേ ഈശോ ഘടനാപരമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ആഴ്ചയുടെ ആദ്യ ദിനമായ അന്ന് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് മുതൽക്കാണ് ഈ അപ്പം മുറിക്കലിലൂടെ ക്രിസ്തുവിനെ അവർ കാണാൻ തുടങ്ങിയത്. അന്ന് മുതൽക്കാണ് നമ്മൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ ദിനമായ ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സാബത്ത് ആചരണമായിട്ട് മാറുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഘടന നമുക്ക് ലഭിക്കുന്നത് നോക്കുക, എമ്മാവൂസ് യാത്രാമധ്യേ നിന്നുമാണ്. ഈസ്റ്റർ ദിനത്തിൽ തന്നെ ബലിയർപ്പിക്കുന്നതും ആദ്യ ബലിയർപ്പിക്കുന്നതും അതും ഈശോ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് സാബത്ത് ആചരണം ഞായറാഴ്ച? എന്തുകൊണ്ട് നമുക്ക് ഈ ഘടനകൾ ലഭിക്കുന്നു? ആര് നൽകുന്നു? ഇതിൻ്റെ ഒക്കെ ഉത്തരം ഒന്നേ ഉള്ളൂ, ഉത്ഥിതനായ യേശുവാണ് നമ്മെ ബലിയർപ്പിക്കുവാൻ പഠിപ്പിക്കുന്നത്. ഉത്ഥിതനായ യേശുവിൻ്റെ ആ ബലിയർപ്പണത്തിൽ സജീവമായിട്ട് നമ്മൾ ഓരോരുത്തരും പങ്കാളികളാവുമ്പോഴാണ് ആത്മീയമായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും കണ്ണുകൾ തുറക്കപ്പെടുവാനായിട്ട് ഇടവരികയും ചെയ്യുന്നത്. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഈ എമ്മാവൂസ് യാത്രയിൽ വളരെ രസകരമായ മറ്റ് ചില സംഭവങ്ങളുമുണ്ട്. നമുക്കറിയാം, ഈശോ അപരിചിതനെ പോലെ അവരുടെ കൂടെ കൂടുന്നു, ഒരു അതിഥിയായിട്ട് മാറുന്നു. പക്ഷേ അതിനുശേഷം ഈശോ അവരുടെ ആതിഥേയനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആതിഥേയനായിട്ട് മാറുന്നു. നോക്കുക, അപരിചിതനായി കടന്നു വന്നവൻ ആതിഥേയനായിട്ട് മാറുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് സാധാരണഗതിയിൽ ഒരിക്കലും അതിഥിയായിട്ട് കടന്നു വരുന്ന വ്യക്തി അപ്പം മുറിക്കാറില്ല. നമ്മുടെ തന്നെ ഭവനങ്ങളിൽ നമുക്കറിയാം, പെസഹ വ്യാഴാഴ്ച നമ്മൾ വീടുകളിൽ ഒന്നിച്ചു ചേരുമ്പോൾ അപ്പം മുറിച്ച് വിതരണം ചെയ്യുന്നത് ആ കുടുംബത്തിൻ്റെ നാഥനാണ്. അയൽപക്കത്തൊരു ചേട്ടൻ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കയറി പെസഹ വ്യാഴാഴ്ച അപ്പം മുറിച്ച് കഴിഞ്ഞാൽ അതിലെന്തോ പന്തികേടുള്ളതുപോലെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച് എപ്പോഴും കുടുംബനാഥനാണ് അപ്പം മുറിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. പക്ഷേ യേശുനാഥനെ സംബന്ധിച്ചിടത്തോളം ഈശോ അതിഥിയായിട്ട് കടന്നു വരുന്നു. അതിഥിയായിട്ട് കടന്നു വന്നിട്ട് ആതിഥേയം ചെയ്യേണ്ട ആ പ്രവൃത്തി, അതായത് കരങ്ങൾ നീട്ടി പുതിയ അപ്പത്തിൻ്റെയും പുതിയ വീഞ്ഞിൻ്റെയും മേലെ ആശീർവാദം നൽകി അത് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്നു. ഒരിക്കലും അതിഥി ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി അല്ലായിരുന്നു അത്. പക്ഷേ ഈശോ അവിടെ അതിഥിയല്ല, ആതിഥേയനായിട്ട് മാറുന്നത് പോലെ നമുക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഇവിടെ മാത്രമല്ല, യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിലും ഈശോ പലപ്പോഴും അതിഥിയായി കടന്നു ചെന്നിട്ട് ആതിഥേയൻ്റെ ദൗത്യം നിർവഹിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സക്കേവൂസിൻ്റെ ഭവനത്തിലായിക്കൊള്ളട്ടെ, ശിമിയോൻ്റെ ഭവനത്തിലായിക്കൊള്ളട്ടെ, ഹി ഗോസ് ഇൻ ആസ് എ ഗസ്റ്റ് ആൻഡ് ബിക്കംസ് ദ ഹോസ്റ്റ്. അതിഥിയായി ചെന്ന് ആതിഥേയനായിട്ട് മാറുന്നു. പക്ഷേ യഹൂദ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാകും. അവിടെ ഈശോ ആതിഥേയനായിട്ട് മാറുകയല്ല ചെയ്യുന്നത്, അതിനപ്പുറമാണ് കാര്യങ്ങൾ. യഹൂദരുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുമ്രാൻ ചുരുളികളിൽ ഇപ്രകാരം ഒരു രചനയുണ്ട്. നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: ഒരു ഭവനത്തിൽ അവർ അപ്പം മുറിക്കുമ്പോൾ അപ്പത്തിൻ്റെ മേൽ കരം നീട്ടി ആശീർവദിച്ച് മുറിച്ച് നൽകുവാൻ അധികാരമുള്ളത് കുടുംബനാഥന് മാത്രമാണ്, അതിഥിയായി കടന്നു വരുന്നവരല്ല. എന്നാൽ ഇസ്രായേലിൻ്റെ മിശിഹ കടന്നു വരുമ്പോൾ ആ മിശിഹ ആ സദ്യയുടെ ആ അപ്പം മുറിക്കലിൻ്റെ ഭാഗമാകുമ്പോൾ എന്താണ് ചെയ്യണമെന്നറിയാമോ? ആ മിശിഹായിക്കാണ് അപ്പം മുറിക്കുവാനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ക്രിസ്തുനാഥൻ ഈ എമ്മാവൂസ് യാത്രാമധ്യേ അതിഥിയായി കടന്നു വന്നിട്ട് ആതിഥേയനായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. അല്ല, ഈശോ താൻ മിശിഹായാണ്, താൻ ഇസ്രായേലിൻ്റെ രക്ഷകനാണ്, ഐ ആം ദ ക്രൈസ്റ്റ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരസ്യ ജീവിതകാലത്തും ഈശോ ഓരോ തവണയും ഓരോ ഭവനങ്ങളിൽ ചെന്ന് അതിഥിയായി കടന്നു ചെന്ന് ആതിഥേയനായിട്ട് മാറുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിഥിയായി കടന്നു ചെന്നിട്ട് തൻ്റെ മിശിഹാത്വം ഈശോ പ്രഘോഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി വെറുമൊരു മിശിഹായല്ല ഈശോ, കരുത്തുള്ള പ്രബലനായൊരു മിശിഹായല്ല ഈശോ. വചനം പറയുന്നു, എമ്മാവൂസ് യാത്രാമധ്യേ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടിയിരുന്നില്ലേ? അതായത് നമ്മുടെ മിശിഹ, ഇസ്രായേലിൻ്റെ മിശിഹ, സഹനങ്ങളിലൂടെ മിശിഹാത്വം പ്രഖ്യാപിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുനാഥനെ വിശുദ്ധ കുർബാനയിലൂടെ മിശിഹായായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വേദനകളൊക്കെ അതേപടി മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഈശോ എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എമ്മാവൂസ് യാത്ര നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുമ്പോൾ ഈശോയെ മിശിഹായായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് ഇടവരട്ടെ.
ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴമേറിയ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കാൻ ഇടവരട്ടെ. ഈ വചനം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ഘടനയെക്കുറിച്ചും സാപത്താചരണത്തെക്കുറിച്ചും ഒരു വ്യക്തത നമുക്ക് ഉണ്ടാകുവാൻ ഇടവരട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ യാചിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.